ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പേട്രിയോട്ടിന്റെ 8ാം ദിനമാണ്. 8ാം ദിനത്തിലും സിനിമയ്ക്ക് അത്യാവശ്യം ഭേദപ്പെട്ട കളക്ഷനുമായി പോകാൻ കഴിയുന്നു. ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമയ്ക്ക് 31 ലക്ഷം രൂപയോളം കളക്ഷനായി ട്രാക്കിങ്ങിലൂടെ വന്നിട്ട്, അതായത് ഏകദേശം ഒരു 50 ലക്ഷം രൂപ ഇന്നും ഇതുവരെ വന്നിട്ടുണ്ട്. ഇന്നലെ ഫൈനലായി വന്നത് 78 ലക്ഷം രൂപയാണ്. അതായത് ഏകദേശം 1,05,00,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇന്നലെ വന്നത്. ഇതിനോടകം തന്നെ സിനിമ 75 കോടി കടന്നിട്ടുണ്ടാകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ അങ്ങനെയുള്ള കൺഫർമേഷനും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. കാരണം 3 ദിവസം കൊണ്ട് 61 കോടി നേടിയ ചിത്രം പിന്നീടുള്ള ഈ ഒരു 5 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും നേടാൻ യോഗ്യമാണ്, എത്തിയിട്ടുണ്ടാകാം. അത് തന്നെയാണ് കളക്ഷൻ കാണിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഓരോ ദിവസവും കളക്ഷൻ കുറയുകയാണ്. നാളെ പുതിയ ഒരു സിനിമ അല്ലെങ്കിൽ അതിരടി റിലീസ് ചെയ്യാൻ പോകുന്നു. അത് ഇതിനെ എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇതിനോടകം തന്നെ 12,000-ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 13 ലക്ഷത്തോളം ജനങ്ങൾ അല്ലെങ്കിൽ 12 ലക്ഷത്തോളം ജനങ്ങളാണ് സിനിമ കണ്ടതായി ട്രാക്കേഴ്സ് വിലയിരുത്തുന്നത്. ഇവിടെ 25 കോടി സിനിമ കടക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. മോഹൻലാലും മമ്മൂട്ടിയും ഉണ്ടായിട്ടും ഒരു സിനിമയ്ക്ക് അത്രത്തോളം പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശാജനകമാണ്. ഇനി വരുന്ന ആഴ്ചകളിൽ ദൃശ്യം 3 വരികയാണ്. തീർച്ചയായും അത് വരുമ്പോഴത്തേക്ക് ഇതിലെ മുഴുവൻ തിയേറ്ററുകളും മാറുമെന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ ഒരു 2ാം വാരവും ഈ ചിത്രത്തിന് നല്ല ലെവലിലുള്ള തിയേറ്റർ ഒക്യുപ്പൻസി നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അടിപൊളി എന്ന് പറയാനുള്ളത്. സാധാരണ മമ്മൂട്ടി സിനിമകൾക്ക് കിട്ടാത്ത ലെവലിലുള്ള ആ ഒരു റേഞ്ചാണ് ഈ ഒരു സിനിമയ്ക്ക്. സാധാരണ മമ്മൂട്ടി സിനിമകൾക്ക് കിട്ടില്ല എന്നല്ല, സാധാരണ മമ്മൂട്ടി സിനിമകൾക്ക് ആദ്യ ആഴ്ച 190 തിയേറ്റർ കിട്ടും. 2ാമത്തെ ആഴ്ച ആകുമ്പോൾ അത് 300, 350 എത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. കാരണം നല്ല സിനിമകൾ വരുമ്പോഴത്തേക്ക് തിയേറ്ററുകാർ അതെടുക്കുകയും ആളുകൾ കൂടുകയും ചെയ്യുന്നതുകൊണ്ട് 3-4 ആഴ്ച വരെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുള്ളതാണ്. ഇവിടെ നേരെ വിപരീതമാണ്. പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റുകൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളിൽ തന്നെ നമുക്ക് പോകുന്നു. എന്തായാലും ഈ വരുന്ന ആഴ്ചയോടെ സിനിമ 100 കോടി കടക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 100 കോടി കടക്കുമോ? അതോ മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും ഹൈയസ്റ്റ് കളക്ഷനായ ഭീഷ്മപർവം എന്ന ചിത്രത്തിന്റെ ഏകദേശം 93 കോടി എന്നുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ കടക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയ.